നാടൊട്ടുക്ക് നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു അല്ലെ. ഓരോ കാഴ്ചകളും നമ്മൾ ഓരോ ദിവസം കാണുമ്പോൾ ദാ ഇങ്ങനെ അടുത്ത് വരികയാണ്. ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ഒക്കെ നിറവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പൂജവയ്പ്പാണ്. ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ വിശേഷാൽ പൂജകളൊക്കെ ഉണ്ട്. പുസ്തകങ്ങളൊക്കെ പൂജ വെക്കുന്നുണ്ട്. നമ്മുടെ വീടുകളിലും അങ്ങനെ തന്നെയാണല്ലേ. പുസ്തകങ്ങളും ആയുധങ്ങളും ഒക്കെ പൂജ വെക്കുന്ന ഒരു ദിവസം കൂടിയാണ്. വ്യാഴാഴ്ചയാണ് വിജയദശമി എത്തുക. ഓരോ ഇടങ്ങളിലെയും വിശേഷങ്ങളിലേക്ക് പോകാം. TS ഹരികൃഷ്ണയുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ഹരി, പൂജപ്പുരയിലാണല്ലേ നിൽക്കുന്നത്. പൂജ വെച്ച് കഴിഞ്ഞോ? സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ വലിയ തിരക്കുണ്ടായിരിക്കും. അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയാണ്? വീട്ടിലൊക്കെ പൂജ വെച്ചോ? അതെ അതെ, നവരാത്രി ആഘോഷമാണ് നാടെങ്ങും. ഒപ്പം തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ നവരാത്രി ഉത്സവം. പൂജപ്പുര ക്ഷേത്രത്തിൽ ഞാൻ പറയേണ്ട കാര്യമില്ല, തിരുവനന്തപുരത്തുകാർക്ക് നന്നായിട്ട് അറിയാം പൂജപ്പുര എത്രത്തോളം തിരക്കുണ്ടാവുമെന്ന്. ഈ സമയത്തൊക്കെ ഇന്ന് പൂജവയ്പ്പാണ്. പൂജവയ്പ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. പൂജവയ്പ്പ് ഇവിടെ കഴിഞ്ഞിട്ടില്ല പൂജ. കാരണം ഇവിടെ പൂജ വയ്ക്കാൻ വേണ്ടി നിരവധി ആൾക്കാർ ഇവിടേക്ക് എത്തുന്നുണ്ട്. കുട്ടികളെയൊക്കെ കൊണ്ട് അവരുടെ പാഠപുസ്തകങ്ങളും മറ്റുമൊക്കെ പൂജ വയ്ക്കുന്നതിന് വേണ്ടിയൊക്കെ ഇവിടെ എത്തുന്നു. മാത്രമല്ല സരസ്വതി ദേവി ക്ഷേത്രത്തിൽ തൊഴുതു വണങ്ങി പോകുന്നതിന് വേണ്ടി ഭക്തരും നിരവധി പേരാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ഇവിടെ ഒരു പ്രത്യേക കൗണ്ടർ ഇവിടെ ഒരു പുറത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ വന്ന് രസീതൊക്കെ എഴുതിയതിന് ശേഷമാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് പോയി പൂജ വയ്ക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 7 മണിക്കാണ് ദീപാരാധന. 7 മണിക്ക് ദീപാരാധന നടക്കുന്നതിനൊപ്പം തന്നെ പൂജവയ്പ്പ് ചടങ്ങുകളും കുട്ടികളൊക്കെ എത്തി പൂജവയ്പ്പ് ചടങ്ങുകളും ആരംഭിക്കുകയും ചെയ്യും. ഇപ്പൊ ഇവിടുത്തെ ക്ഷേത്രത്തിലെ രക്ഷാധികാരി നമുക്കൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം. എല്ലാ വർഷവും വിപുലമായ സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കുന്നുണ്ട്. ഇത്തവണയും അതുപോലെ തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാ വർഷവും വിപുലമായ ആഘോഷങ്ങളാണ് നവരാത്രിയുമായി ബന്ധപ്പെട്ട പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി സജ്ജമാക്കുന്നത്. ഈ വർഷവും അതുപോലെ തന്നെ വളരെ വിപുലമായ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വരുന്ന ഓരോ ഭക്തനും ക്ഷേത്രത്തിൽ ദേവിയെ ദർശിക്കാനും അവർക്കുള്ള ഇഷ്ട വഴിപാടുകൾ ദേവിക്ക് സമർപ്പിക്കാനും അതുപോലെ തന്നെ നവരാത്രി കാലത്ത് പുസ്തക പൂജവയ്പ്പിനുള്ള പുസ്തകങ്ങൾ പൂജ വയ്ക്കാനും ഒക്കെയുള്ള വിപുലമായ സൗകര്യങ്ങൾ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ജനകീയ സമിതി സജ്ജമാക്കിയിട്ടുണ്ട്. ഇപ്പോ നാളെ ദുർഗാഷ്ടമി, പിന്നെ മഹാനവമി, വിജയദശമി. ഇപ്പൊ വിജയദശമി ദിനത്തിൽ എഴുത്തിനിരുത്തിനുള്ള മറ്റ് സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വിജയദശമി ദിവസം കുരുന്നുകൾക്ക് എഴുത്തിനിരുത്തുന്നതിൽ ഇന്ന് ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് കമ്മിറ്റി ഒരുക്കിയിട്ടുള്ളത്. അതിന്റെ ബുക്കിംഗ് റിസർവേഷൻ നമ്മൾ 22-ാം തീയതി മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പൊ തന്നെ ഏകദേശം 1000-ഓളം കുട്ടികൾ ഇവിടെ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആചാര്യന്മാരൊക്കെ എത്ര പേരുണ്ടാവും? തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന പ്രമുഖരായ ഗുരുക്കന്മാരാണ് കുട്ടികൾക്ക് സരസ്വതി ദേവിയുടെ കരങ്ങളായിട്ട് ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഒരുക്കങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്.